അരവിന്ദന്റെ മരണകാരണം ജയബാലനാണെന്ന സത്യം കാവേരി തിരിച്ചറിയുകയാണ്. ജയബാലൻ അരവിന്ദനെ ചതിച്ചതിലുള്ള മനോവിഷമം മൂലമാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് അരവിന്ദൻ മരിച്ചത് എന്നുള്ള ആ സത്യം കാവേരി കണ്ടെത്തുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇന്നത്തെ ഈ സ്റ്റോറിയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യാം. ഇന്ന് സ്നേഹതീരം വീട് ഒരു ശോകമുഖമായ അന്തരീക്ഷത്തിലാണ്. ആർക്കും കളിച്ചിരികളില്ല, ഒച്ചപ്പാടില്ല, ബഹളമില്ല. കാവേരിയുടെയും നിളയുടെയും യമുനയുടെയും ഗംഗയുടെയും ഒന്നും കളിച്ചിരികളും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് വീട് ഉള്ളത്. അരവിന്ദൻ്റെ മരണം അത്രയ്ക്ക് അവരെ ബാധിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് കാവേരി പുറത്തേക്ക് ഇറങ്ങി വന്ന് കയ്യിലുണ്ടായിരുന്ന കാശെടുത്തിട്ട് അവിടെ വിനീതിന് കൊണ്ടുപോയി കൊടുക്കാൻ നോക്കുമ്പോൾ വിനീത് അത് വാങ്ങിക്കുന്നില്ല. കാരണം അവിടെ അലങ്കാരങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ച ആളുകളുടെയൊക്കെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും പൈസ ആരുടെ കയ്യിലും കൊടുക്കാനില്ലാത്തത് കാരണം ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. വിനീത് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. ആ സമയത്ത് കാവേരിക്ക് തോന്നുകയാണ് അച്ഛൻ അവിടെ പുറകിൽ വന്ന് മോളെ എന്ന് വിളിക്കുന്നത് പോലെ. അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് കാവേരി അവിടെ നിന്ന് പൊട്ടിക്കരയുമ്പോൾ എന്തു പറ്റി കാവേരി എന്ന് ചോദിച്ച് വിനീത് ചോദിക്കുമ്പോൾ അച്ഛൻ എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് വിനീത് കാവേരിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ തകർന്നു പോവരുത്, നീ വേണം ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. നിന്നിലാണ് അമ്മാവൻ എല്ലാ കാര്യങ്ങളും കണ്ടിരുന്നത്, നീയാണ് അമ്മാവൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവൾ എന്നൊക്കെ പറഞ്ഞ് ധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാവർക്കും ഞാൻ ഭക്ഷണം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വിനീത് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അകത്തേക്ക് ചെല്ലുന്ന കാവേരി കാണുന്നത് അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് ചുറ്റുമിരുന്ന് പൊട്ടിക്കരയുന്ന അമ്മയെയാണ്. അമ്മയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഇരിക്കുകയാണ്. അതുമാത്രമല്ല അവിടെ സുജാതയും അതുപോലെ മുത്തശ്ശിയും യമുനയും ഗംഗയും ഒക്കെയുണ്ട്, നിളമോളും എല്ലാവരും ഉണ്ട്. ആ സമയത്ത് എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാരദ പറയുന്നുണ്ട് എന്നെയും മക്കളെയും തനിച്ചാക്കി പോയില്ലേ, ഇനി ഞാൻ എങ്ങനെ ഈ കുടുംബം നോക്കും, ഞാൻ എങ്ങനെ മക്കളെ വളർത്തും, മക്കളെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ നോക്കും, എല്ലാ കാര്യങ്ങളും ഇട്ടേച്ച് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ഇത് കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. സുജാതയും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അടി കൂടുമെങ്കിലും വഴക്ക് പറയുമെങ്കിലും അരവിന്ദേട്ടൻ ഉള്ളത് എനിക്ക് എന്നും ധൈര്യമായിരുന്നു, ഇപ്പോൾ എനിക്ക് ആരുമില്ലാണ്ടായിപ്പോയില്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. അരവിന്ദേട്ടൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം മരിച്ച സമയത്ത്, അതായത് വിനീതിൻ്റെ അച്ഛൻ മരിച്ച സമയത്തൊക്കെ അരവിന്ദേട്ടനാണ് കൂടുതലും സുജാതയ്ക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത്. എന്ത് കാര്യത്തിനും ഓടിയെത്താൻ ഒരാളുണ്ടായിരുന്നു എന്നുള്ളൊരു ധൈര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും പൊട്ടിക്കരയുകയാണ്. അതേസമയം ഗംഗ പറയുന്നുണ്ട് അച്ഛാ എനിക്ക് വിവാഹം വേണ്ട, ഒന്നും വേണ്ട അച്ഛാ, എനിക്ക് അച്ഛനൊന്ന് തിരിച്ചു വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. അതുപോലെ കാവേരി പറയുന്നുണ്ട് എന്ത് പ്രശ്നം വന്നാലും അച്ഛൻ്റെ കൈയൊന്ന് പിടിച്ചാൽ എനിക്ക് എല്ലാ പ്രശ്നവും മറികടക്കാനുള്ള ധൈര്യം കിട്ടുമായിരുന്നു. ഇനി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഞാൻ ആരുടെ കൈ പിടിക്കും അച്ഛാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് കാവേരിയും. അതുപോലെ അമ്മയും മുത്തശ്ശിയും കരയുന്നുണ്ട്. എൻ്റെ മോനെ എനിക്ക് കൊള്ളി വെക്കേണ്ടവനാണ് നീ ഇല്ലാതെ പോയല്ലോ, ഞാൻ മരിച്ചാൽ എനിക്ക് ആര് കൊള്ളി വെക്കുമടാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. നിൻ്റെ അടുത്തേക്ക് ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട് മോനെ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് എല്ലാവരും. അങ്ങനെ അവരിങ്ങനെ കരഞ്ഞ് പദം പറഞ്ഞിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വിനീതും വിശാലും നിവിനും ജയബാലനും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അരവിന്ദിൻ്റെ ചിതാഭസ്മവുമായിട്ടാണ് അവരങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വിനീതിനോട് ആ ചിതാഭസ്മം അവിടെ വെക്കാനായിട്ട് പറയുകയാണ് ജയബാലൻ. എന്നിട്ട് പറയുന്നുണ്ട് അരവിന്ദിൻ്റെ ചിതാഭസ്മമാണ് എന്ന് പറയുകയാണ്. ശാരദ പൊട്ടിക്കരയുകയാണ്. എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. ജയബാലൻ പറയുന്നുണ്ട് ശാരദയെ അത് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തരണം, അത് പുഴയിൽ ഒഴുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണല്ലോ. ആ സമയത്ത് പിന്നീട് ശാരദ അതിലേക്ക് നോക്കി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിളമോൾ ചോദിക്കുന്നുണ്ട് എന്താ ഇത് എന്ന് ചോദിക്കുമ്പോൾ സുജാതയാണ് പറയുന്നത് മോളുടെ അച്ഛനാണ്, ഇനി മോളുടെ അച്ഛനാണ് ഇതെല്ലാം, ഇനി അങ്ങനെ ഈ രൂപത്തിലാണ് ഇനി മോളുടെ അച്ഛൻ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിളമോൾക്ക് ശരിക്കും ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല. എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. ജയബാലൻ വീണ്ടും ധൃതി കാണിക്കുന്നുണ്ട്. കാരണം അയാൾക്ക് ഒരുപാട് നേരം അവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല.
ഉണ്ടായിട്ടില്ല. ആ സമയത്തും ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയുന്ന സമയത്ത് ജയപാലന് ആകെ വെപ്രാളമാണ്. ഇതൊക്കെ തന്നെ ബാധിക്കുമോ എന്നുള്ള ഒരു പേടിയാണ് ജയപാലന്. നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്ത് കാര്യത്തിനും ഞാനുണ്ട്, ഞാനില്ലേ ശാരദ എന്നൊക്കെ പറഞ്ഞ് ശാരദ വേണ്ടേ കുട്ടികളെ നോക്കാനായിട്ട്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ശാരദയെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെ സംസാരിക്കുകയാണ് ജയപാലൻ. അങ്ങനെ ശാരദ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് ആ ചിതാഭസ്മത്തിന് പൂജ ചെയ്യുകയാണ്. അതുപോലെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുകയും പൂക്കൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അരവിന്ദൻ്റെ ചിതാഭസ്മം എടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ജയപാലൻ വിനീതിനോട്. അങ്ങനെ വിനീത് അതെടുത്തിട്ട് ജയപാലൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് വിനീതിനോട് ആ വീട് നോക്കണം, ഞാൻ ഇത് പോയി പുഴയിൽ ഒഴുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് വിനീതിനെ ആ കുടുംബത്തെ ഏൽപ്പിച്ചുകൊണ്ട് ജയപാലൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുകയാണ്. പക്ഷേ അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് തന്നെ അവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഗംഗയെ വിവാഹം ആലോചിച്ചുറപ്പിച്ച ആ ചെറുക്കൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, അമ്മേ ഗംഗേച്ചിയെ പെണ്ണ് കാണാൻ വന്ന അവരാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ് ശാരദ. ആ സമയത്ത് ആ ഋഷിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു വിവാഹ നിശ്ചയം നടത്താനാണ് വന്നത്, ഞങ്ങളുടെ മകന് അധികം ലീവില്ല, അതിനു മുൻപ് വിവാഹ നിശ്ചയം നടത്തുക തന്നെ വേണം എന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ ഞെട്ടിപ്പോവുകയാണ്. ഈ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. കാരണം അച്ചമ്മ ചോദിക്കുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിലാണോ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മോന് അധികം ലീവില്ല, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനാണ് വന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതോ എന്നും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഒരു സ്ത്രീ ഞങ്ങൾ കാരണമാണ് ഇദ്ദേഹം മരിച്ചത് എന്ന് വരെ പറഞ്ഞു, അതൊന്നും ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് സുജാതയ്ക്ക് ആകെ വല്ലാതെ ആവുന്നുണ്ട്. ആ സമയത്ത് വിനീത് പറയുന്നുണ്ട്, സാർ ക്ഷമിക്കണം, എൻ്റെ അമ്മയാണ് അന്ന് അങ്ങനെ പറഞ്ഞത്, അമ്മയുടെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, നിങ്ങളത് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ മകന് ലീവില്ല, അവന് പെട്ടെന്ന് തിരിച്ചു പോകണം, അതിനു മുൻപ് അവൻ്റെ വിവാഹം ഞങ്ങൾക്ക് നടത്തണം എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ വിവാഹ നിശ്ചയം പോലും നടന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി അത് നടക്കാതെ ഇരിക്കട്ടെ എന്ന് തന്നെ പറയുകയാണ് അയാൾ. അത് കേട്ടതോട് കൂടിയിട്ട് എല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ജയപാലൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞു പോലുമില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ധൃതിയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് നേരിട്ട് വന്ന് പറയണമെന്ന് തോന്നി, ഞാൻ എൻ്റെ മര്യാദ കാണിച്ചതാണ് എന്ന് പറയുകയാണ് അയാൾ. അത് കേൾക്കുമ്പോൾ എല്ലാവരും ആകെ തകർന്നു പോവുകയാണ്. ശാരദയാണെങ്കിൽ ഭയങ്കര നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് അരവിന്ദേട്ടൻ പോയി, അത് തന്നെ താങ്ങാൻ പറ്റുന്നില്ല, അതിൻ്റെ കൂടെയാണല്ലോ ഇതും എന്ന് പറഞ്ഞുകൊണ്ട് ആകെ തകർന്നൊരു മനസ്സുമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അയാൾ ഇനി ഒന്നും പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് വിനീതാണ് അവിടെ ഇടപെടുന്നത്. സാർ അങ്ങനെ പറയരുത്, നമുക്ക് ഇതിനുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാൻ തീരുമാനിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇതും പറഞ്ഞുകൊണ്ട് വിളിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോവുകയാണ്. എല്ലാവരും ആകെ തകർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ഗംഗ അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. അതേ സമയത്ത് വിനീതാണെങ്കിൽ ഓടി ചെല്ലുകയാണ് അയാളുടെ പുറകെ. എന്നിട്ട് അയാൾ കാറിലേക്ക് കയറുന്നതിന് മുൻപ് അയാളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ വിവാഹം എങ്ങനെയെങ്കിലും നടത്തണം, നമുക്ക് എൻഗേജ്മെൻറ്റ് നടത്താം സാർ എന്നൊക്കെ പറഞ്ഞ് അയാളുടെ കാല് പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും അയാൾ സമ്മതിക്കുന്നില്ല. ഇനി ആര് വിവാഹം നടത്തും, ഞാൻ നടത്തിക്കോളാം, ഞാൻ നടത്താം എന്നൊക്കെ വിനീത് പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഈ ഗംഗയും കാവേരിയും അവിടെ പുറത്തേക്ക് വന്നിട്ട് വിനീത് ഇയാളോട് സംസാരിക്കുന്നതൊക്കെ കേട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അയാളോട് കുറേ പറഞ്ഞു നോക്കുന്നുണ്ട് വിനീത്, എങ്ങനെയെങ്കിലും ഈ നിശ്ചയം നടത്താം, വിവാഹം നടത്താം എന്നൊക്കെ. അയാൾ സമ്മതിക്കുന്നില്ല. അയാൾ പറയുകയാണ്, ഇനി ആര് വിവാഹം നടത്തും, ഈ പെൺകുട്ടിക്ക് തരാമെന്ന് പറഞ്ഞ സ്വർണവും പണമൊക്കെ ആര് തരും, അതൊക്കെ നീ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ വിനീതിന് ഉത്തരം മുട്ടിപ്പോവുകയാണ്. അങ്ങനെ അയാൾ പെട്ടെന്ന് കാറിൽ കയറി എടുത്ത് പോകുമ്പോഴും വിനീത് ഒരുപാട് വിളിക്കുന്നുണ്ട്, സാർ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഗംഗയെയും കാവേരിയെയും കാണുമ്പോൾ അയാളൊന്ന് പതറിപ്പോകുന്നുണ്ട്, വിനീത് ഒന്ന് പതറിപ്പോകുന്നുണ്ട്. ആ സമയത്ത് വിനീത് ഗംഗയോട് പറയുന്നുണ്ട്, സാരമില്ല, നമുക്ക് ഇതല്ലെങ്കിൽ വേറെ ഒരെണ്ണം നല്ലൊരു ബന്ധം ഗംഗയ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെ പുറം നാട്ടുകാരനായിട്ടുള്ള, അതായത് ഗൾഫുകാരനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി കൊണ്ടുവരും, ഗംഗയുടെ ഇഷ്ടം പോലെ ഗംഗയുടെ വിവാഹം ഞാൻ നടത്തിത്തരാം എന്ന് വിനീത് ഗംഗയോട് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് വിനീത് അത് പറയുന്നത്. കാവേരിക്ക് വല്ലാതെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഗംഗ പെട്ടെന്ന് അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നീട് വിനീത് പറയുന്നുണ്ട്, ഞാൻ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കാവേരിയോട് പറയുമ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, വിനീതേട്ടന് എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അതൊക്കെ ശീലമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിനീത് അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ്.
പിന്നീടാണെങ്കിൽ പിറ്റേ ദിവസം നിളയ്ക്ക് നന്നായിട്ട് പനി വരുന്നുണ്ട്. എല്ലാവരും അച്ഛനെ ഓർത്തുകൊണ്ട് അച്ഛൻ്റെ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. നിളയാണെങ്കിൽ നന്നായിട്ട് പനിയൊക്കെ പിടിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ പനിയൊന്നും കുറവില്ലാത്തത് കാരണം അവർ ഒരുപാട് വീട്ടിൽ തന്നെ ഹോം റെമഡീസൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും അന്ന് രാത്രിയിൽ കാവേരി അച്ഛനെ സ്വപ്നം കാണുകയാണ്. പെട്ടെന്ന് ആകെ വിഷമിച്ച് തകർന്ന് നിൽക്കുന്ന സമയത്ത് അച്ഛൻ അരികിലേക്ക് വന്നിട്ട്, മോളെ എന്താണ് നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ വന്നോ, അച്ഛൻ തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് കാവേരി. തിരിച്ചു വരാൻ ഞാൻ എവിടെയും പോയിട്ടില്ലല്ലോ മോളെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് അരവിന്ദൻ പറയുകയാണ്. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, അച്ഛൻ പോയില്ലേ, അച്ഛൻ ഇവിടെ നിന്ന് പോയില്ലേ, ഞങ്ങളെ വിട്ടിട്ട് പോയില്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല മോളെ, ഞാൻ നിങ്ങളെ വിട്ടിട്ട് ഒന്നും പോയിട്ടില്ല. നീ എപ്പോൾ അച്ഛനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു ആ സമയത്തൊക്കെ അച്ഛൻ നിൻ്റെ മുന്നിൽ വരും. നീ എപ്പോൾ അച്ഛൻ്റെ കൈ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ സമയത്ത് അച്ഛൻ വന്ന് നിൻ്റെ കൈ പിടിക്കും. അതുകൊണ്ട് മോൾ ഒരിക്കലും വിഷമിച്ച് പോകരുത്, മോൾ വേണം ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് ധൈര്യം പകരുകയാണ് അരവിന്ദൻ. പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് കാവേരി. താൻ കണ്ടതൊരു സ്വപ്നമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അരവിന്ദൻ മരിച്ചതിൻ്റെ ആ ഒരു ഇതൊന്നും ആരിൽ നിന്നും വിട്ട് മാറുന്നു ഒന്നുമില്ല. അതേസമയം നമ്മുടെ കടയൊന്നും തുറക്കാതെ വിനീതാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്ന ആ സമയത്ത് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്താടാ കട തുറക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, കട തുറക്കാനൊന്നും ഒരു മനസ്സില്ല, എല്ലാം കൊണ്ടും ആകെ മനസ്സിന് ഒരു വിഷമമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയമാണെങ്കിൽ നമ്മുടെ ആ സമയത്താണ് ഗംഗയും കാവേരിയും കൂടിയിട്ട് നിളമോളയും കൊണ്ടിട്ട് അങ്ങനെ സ്കൂട്ടറിൽ പോകുന്നത് കാണുന്നത്. ആ സമയത്ത് നിവിൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവർ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിനീതാണെങ്കിൽ അവരെ തടഞ്ഞു നിർത്തിയിട്ട് എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോൾ, നിളയ്ക്ക് പനി കുറവില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് എന്ന് പറയുകയാണ്. എന്നൊന്ന് വിളിച്ചുകൂടായിരുന്നോ, ഞാൻ കൊണ്ടുപോകുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗയോടാണെങ്കിലും ഇങ്ങനെ മുഖത്തേക്ക് നോക്കാനൊക്കെ മടി കാണിക്കുന്നുണ്ട് വിനീത്. ഗംഗയെ നോക്കാനും ഗംഗയും തന്നെ വിനീതിനെ നോക്കാനും ഒരു മടിയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്നാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയുകയാണ് വിനീത. അത് വേണ്ട വിനീതേട്ടാ, ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുമ്പോൾ, എന്നാൽ ഞാൻ പുറകെ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് വിനീത് പറയുമ്പോൾ, വേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടാകുമോ ഞങ്ങൾ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നിളയ്ക്ക് പനി കുറവില്ലാത്തത് കാരണം സ്കൂളിലൊന്നും പോകുന്നില്ല. അങ്ങനെ മരുന്നും കഞ്ഞിയൊക്കെ കൊടുക്കുകയാണ് കാവേരിയും ഗംഗയും ഒക്കെ. ആ സമയത്താണ് വീട്ടിലേക്ക് 2 പേര് വരുന്നതും. ഇത് അരവിന്ദൻ്റെ വീടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത്. ആ സമയത്ത് അവരിങ്ങനെ വരുന്ന സമയത്ത് അതെ എന്താ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ബാങ്കിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുകയാണ് അവർ. ആ സമയത്ത് എന്താ ഇപ്പം ഇങ്ങനെ ബാങ്കിൽ നിന്ന് വരാൻ എന്നുള്ളൊരു അന്താളിപ്പിലാണ് അവരവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ മിസ്റ്റർ അരവിന്ദൻ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ യമുന പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ അച്ഛനാണ് അരവിന്ദൻ എന്ന് പറയാണ്. അപ്പോൾ ഈ അരവിന്ദൻ അച്ഛനാണെന്ന് കാവേരി ഇങ്ങനെ പറയുമ്പോൾ ഓഫീസർ പറയുന്നുണ്ട്, അരവിന്ദൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കൊന്ന് വിളിച്ചേ എന്ന് പറയുമ്പോൾ ശാരദ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയാണ്, അരവിന്ദേട്ടൻ പോയി. അപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ സാർ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആരാണെന്ന് പറയൂ എന്ന് പറയണം. അപ്പോൾ ബാങ്കിൽ നിന്ന് വന്നവരാണ്, അരവിന്ദൻ എവിടെയാണ് പോയത് എന്ന് ചോദിക്കുകയാണ് ആ ഓഫീസേഴ്സ്. അപ്പോൾ ഗംഗയാണ് പറയുന്നത്, ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അരവിന്ദൻ മരിച്ചോ എന്നിങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് കാവേരി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ വന്നത്, കാര്യം പറയൂ എന്ന് പറയാണ് കാവേരി. ഈ വീടിൻ്റെ ലോൺ എടുത്തിട്ട് 8 മാസത്തോളമായിട്ട് ലോൺ ഇതുവരെ അടച്ചിട്ടില്ല, ഇതുവരെ മുടക്കം വന്നിട്ടുണ്ടായില്ല, 8 മാസമായിട്ട് ലോൺ തിരിച്ചടയ്ക്കുന്നില്ല, ലോണിന് പലിശയല്ല മുതലുമില്ല എന്നുള്ള അവസ്ഥയിലാണ് എന്ന് പറയാണ്. ഇതൊക്കെ കേട്ട സമയത്ത് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. വീടിന് ലോണോ എന്ന് ഗംഗ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അതെ എന്ന് പറയണം. ഞങ്ങളുടെ വീടിന് ലോണൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് അഡ്രസ്സ് മാറിയതായിരിക്കും എന്ന് പറയുമ്പോൾ കാവേരി അങ്ങനെ പറയുമ്പോൾ ആ ഓഫീസേഴ്സ് പറയുന്നുണ്ട്, അരവിന്ദൻ എന്ന ആളുടെ വീടല്ലേ ഇത്, സ്നേഹതീരം, നോക്കിത് അഡ്രസ്സൊക്കെ കറക്റ്റാണ്, ഈ വീടിൻ്റെ ലോൺ ഞങ്ങളുടെ ബാങ്കിലാണുള്ളത്, EMI ഒക്കെ അടച്ചിട്ട് 8 മാസത്തിൽ കൂടുതലായി, ഞങ്ങൾ എത്ര തവണ ഫോൺ വിളിച്ച് പറഞ്ഞതാണല്ലോ, നോട്ടീസ് അയച്ചതുമാണ്, ഒരു റെസ്പോൺസും ഇല്ലല്ലോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ന് പറയുമ്പോൾ ഗംഗ പറയുന്നുണ്ട്, സാർ ഞങ്ങൾക്ക് ഒന്നും റിസീവ് ആയിട്ടില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയണം, ഒരു ലെറ്ററും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയണം. ഇത് അവസാനത്തെ വാണിംഗ് ആണ്, ഉടനെ തന്നെ പണം കെട്ടാനുള്ള ഏർപ്പാടുകളൊക്കെ നിങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് പറയാണ്, അതിനുള്ള നോട്ടീസാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ആ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് പോകുമ്പോൾ ജപ്തി നോട്ടീസ് നോക്കിയിട്ട് ആകെ പൊട്ടിക്കരഞ്ഞ് ശാരദ പറയാണ്, എനിക്ക് പേടിയാകുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഇങ്ങനെ പറയുന്നത്, ജപ്തി എന്ന് പറഞ്ഞാൽ അവർ വീട് എടുക്കുമെന്നല്ലേ എന്നിങ്ങനെ പറയാണ്
യമുനയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെയല്ലേ പറയൂ അമ്മയെ, പക്ഷേ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ്. അമ്മ വീട് ലോണിലാണോ, അമ്മയ്ക്കറിയാമോ വീട് ലോണിലാണോ എന്നുള്ള കാര്യം പറ അമ്മ എന്ന് കാവേരിയും പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ശാരദ പറയുന്നുണ്ട്, അതെ ലോണുണ്ട്, അത് പെട്ടെന്ന് തീരുമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയാണ്. കറക്റ്റായിട്ട് ലോൺ അടയ്ക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ഗംഗ, വീട് ലോണിലാണെന്ന് എന്താ പറയാഞ്ഞത്, ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ എന്നോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ അച്ഛൻ പറയാറില്ല എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയില്ലേ, ഇപ്പോൾ എന്താ അമ്മ ചെയ്യുക, അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല എന്ന് ഗംഗ ഇങ്ങനെ പറയുകയാണേ. കാവേരി പറയുമ്പോൾ ഗംഗ പറയുന്നുണ്ട്, എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അച്ഛൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് അടച്ചിട്ടുണ്ടാകും, അമ്മ ആ ലെറ്റർ ഇങ്ങോട്ടേക്ക് തന്നേ എന്ന് പറഞ്ഞിട്ട് അത് വായിച്ചു നോക്കുകയാണ് ഗംഗയും കാവേരിയും കൂടിയിട്ട്. അപ്പോൾ അവരാണെങ്കിൽ ആ ലെറ്റർ പിന്നീട് വിനീതിനെ കാണിക്കുന്നുണ്ട്. വിനീത് അത് വായിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള, എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ് തന്നെയാണെന്ന് പറയണം. വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ വിനീതിനോട് ചോദിക്കണം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് കാവേരി പറയുമ്പോൾ വിനീത് പറയണം, അങ്ങനെയൊന്നും ഉണ്ടാകില്ല, നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. മുത്തശ്ശി പറയുന്നുണ്ട്, ജപ്തി എന്ന് പറഞ്ഞാൽ എന്താ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതല്ലേ, ഇത് നമ്മുടെ വീടാണ്, എൻ്റെ മോൻ അരവിന്ദൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, അങ്ങനെയൊന്നും അവർക്ക് നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. 8 മാസം ആയതല്ലേ ഉള്ളൂ ലോൺ അടയ്ക്കാതിരുന്നിട്ട്, കുറേ വർഷങ്ങൾ ലോൺ അടച്ചതല്ലേ എന്ന് ഗംഗ പറയുമ്പോൾ വിനീത് പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കാതിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശാരദ പറയുന്നുണ്ട്, 18 വർഷമായി കാണും, യമുന എൻ്റെ വയറ്റിലുള്ളപ്പോൾ വാങ്ങിയതാണ് ഈ വീട്, അപ്പം 19 വർഷമായി കാണും ഈ വീട് വാങ്ങിച്ചിട്ട് എന്ന് പറയണം. അപ്പം അത്രയും വർഷത്തിലുള്ള വീട് ഒരു 8 മാസം ലോൺ അടയ്ക്കാത്തത് കൊണ്ട് നഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത്രയും വർഷം പണം അടച്ചിട്ട് അമ്മാവൻ എന്താ ഇപ്പം അടയ്ക്കാതിരുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കൃത്യനിഷ്ഠയുള്ളവനാണ്, 1 രൂപ ആണെങ്കിൽ കറക്റ്റായിട്ട് കൊടുക്കും, ആരെങ്കിലും പണം കൊടുക്കാനേ ഇങ്ങോട്ട് കാണത്തുള്ളൂ, അല്ലാതെ ഇവൻ അങ്ങോട്ടേക്ക് കൊടുക്കാനൊന്നും കാണത്തില്ല എന്ന് പറയുമ്പോൾ 8 മാസമായിട്ട് ലോൺ അടയ്ക്കുന്നില്ല എന്ന് പറയുന്നു. അമ്മാവൻ അങ്ങനെ അലക്ഷ്യമായി ഒന്നും ചെയ്യാറില്ലല്ലോ എന്ന് വിനീതും പറയുന്നുണ്ട്. ഗംഗ ചോദിക്കുന്നുണ്ട്, അമ്മ ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും, അച്ഛൻ ഈ ലോണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ശാരദ പറയാണ്, എന്നോട് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാറുണ്ടോ, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ കാവേരി ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ അക്കൗണ്ട് ഏത് ബാങ്കിലാണ് അമ്മേ, അമ്മയ്ക്ക് അക്കൗണ്ട് ഉണ്ടോ, ഈ ലോൺ ഉള്ള ബാങ്കിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അറിയില്ലടി എന്ന് പറയാണ് ശാരദ. അമ്മ വേറെ എന്തെങ്കിലും ലോൺ ഉണ്ടോ, ആരെങ്കിലും അച്ഛന് പണം കൊടുക്കാനുണ്ടോ, അല്ലെങ്കിൽ അച്ഛൻ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടോ, ഇതൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയാറില്ല എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ല എന്ന് കരുതിയായിരിക്കും അവനൊന്നും പറയാഞ്ഞത് എന്ന് ശാരദയോട് അച്ചമ്മ പറയുന്നുണ്ട്. കേട്ടില്ലേ അമ്മ പറയുന്നത്, ഗംഗ പറയാണ്, ഇനി നിങ്ങൾ 2 പേരും കൂടി വഴക്ക് കൂടല്ലേ, ഇതിപ്പോൾ നിങ്ങളുടെ വഴക്ക് തീർക്കാനുള്ള സമയമല്ല, ഇപ്പം അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് എന്ന് പറഞ്ഞ് ഗംഗ അവരെ തടയുന്നുണ്ട്. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, അമ്മയെ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്, അച്ഛൻ അമ്മയുടെ പേരിൽ എന്തെങ്കിലും അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ അക്കൗണ്ടിൽ വല്ല പണവും കിടപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ശാരദ പറയുന്നുണ്ട്, എപ്പോഴും ഒരിക്കലും അക്കൗണ്ട് തുടങ്ങിയായിരുന്നു എന്ന് പറയണം. ആണോ, അക്കൗണ്ട് നമ്പർ എത്രയാണ്, അതൊന്നും എനിക്ക് അറിയില്ലടി എന്ന് പറയാണ് ശാരദ. കാവേരി പറയുന്നുണ്ട്, ശരി എന്നാൽ ഏത് ബാങ്കിലാണെന്നറിയുമോ, അതും ഒന്നും എനിക്കറിയത്തില്ല, ആർക്കറിയാം ഏത് ബാങ്കിലാണെന്ന്, ഒപ്പിട്ട് തരാൻ പറഞ്ഞു, അപ്പോൾ ഒപ്പിട്ട് കൊടുത്തു, അത്ര മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് പറയണം. ആ സമയത്ത് യമുന ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ ശാരദ ചോദിക്കുകയാണ്, ഞാൻ എന്താടി ചെയ്യുക, നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് വിനീത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മ ലോൺ ഗൾഫിലിരുന്ന് അടയ്ക്കുമോ? ഗംഗ പറയുന്നുണ്ട്, ജയബാലൻ അങ്കിൾ വഴിയാണ് ലോൺ അടയ്ക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, അതെ, അരവിന്ദേട്ടൻ അവിടുന്ന് ജയബാലേട്ടന് ക്യാഷ് അയച്ചു കൊടുക്കും, ജയബാലേട്ടനാണ് ലോണെല്ലാം അടയ്ക്കുന്നത് എന്ന് തോന്നുന്നു എന്ന് പറയണം. ചെലവിനുള്ള പണമെല്ലാം മാസം ജയബാലേട്ടനാണ് തരുന്നത്, വേറെ എന്തെങ്കിലും വേണമെന്ന് അരവിന്ദേട്ടനോട് ഫോൺ ചെയ്ത് ചോദിക്കും, വേണമെങ്കിൽ പറയും, അതും ജയബാലേട്ടനാണ് കൊണ്ടുതരുന്നത്, അല്ലാതെ ഞാനും അരവിന്ദേട്ടനും പണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കാറേ ഇല്ല എന്ന് പറയണം. എന്താ അമ്മ ഇങ്ങനെ ആയിപ്പോയതെന്ന് കാവേരി ചോദിക്കുമ്പോൾ ശാരദ പറയാണ്, ഞാൻ ഇങ്ങനെ ആയിപ്പോയിടി, അരവിന്ദേട്ടനും പണത്തിൻ്റെ കാര്യം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാനും ചോദിച്ചിട്ടുമില്ല, മോനെ ഈ വീട് കൈവിട്ടു പോകത്തില്ലല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ശാരദ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എവിടെ പോവാൻ, എൻ്റെ മോൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച വീടായത്, അത് കൈവിട്ട് പോകത്തൊന്നുമില്ല എന്നിങ്ങനെ പറയണം. അങ്ങനെയൊന്നും ഉണ്ടാകില്ല അമ്മായി, ഞാൻ ഇന്ന് ബാങ്കിൽ ചെന്ന് അന്വേഷിക്കട്ടെ, അതിനു മുന്നേ ജയബാലനങ്ങളുമായിട്ടൊന്ന് സംസാരിക്കുകയും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, ജയബാലനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയണേ. ജയബാലൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് ഇപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് മുത്തശ്ശി പറയുമ്പോൾ കാവേരി പെട്ടെന്ന് തന്നെ ജയബാലൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്.
ഫോൺ വരുന്നത് കണ്ടപ്പോൾ തന്നെ കാവേരിയാണെന്ന് മനസ്സിലായപ്പോൾ ജയബാലനാകെ ഒന്ന് പതറിപ്പോകുന്നുണ്ട്. അങ്കിളെ, ഞാൻ കാവേരി എന്ന് പറയുമ്പോൾ, ആ മോളെ പറ, എന്താ വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ അങ്ങോട്ടേക്ക് വരണമെന്ന് വിചാരിച്ചതാണ്, കുറച്ച് ജോലി തിരക്കുകളൊക്കെ ഉണ്ടായിപ്പോയി എന്ന് പറയാണ്. അങ്കിൾ, ഞാനിപ്പോൾ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ബാങ്കിൽ നിന്നും വീട്ടിൽ 2 പേര് വന്നു. 8 മാസമായിട്ട് നമ്മുടെ വീടിൻ്റെ ലോൺ അടയ്ക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇത് കേട്ടതും ജയപാലനാകെ ടെൻഷനാവുന്നുണ്ട്. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വീടിന് ലോണുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഇപ്പോഴാണ് അറിഞ്ഞത്. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നു. ലോണെല്ലാം അച്ഛൻ ജയപാലൻ അങ്കിൾ വഴിയല്ലേ അടയ്ക്കുന്നത്, അങ്കിൾ ഇവിടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ജയപാലൻ എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ പതറിപ്പോവാണ്. മോളെ, ഞാനിപ്പോൾ വീട്ടിലില്ല, ഞാൻ ഗുരുവായൂരാണ്, നാളെ വരത്തുള്ളൂ, നാളെ വന്നാൽ പോരെ, അർജൻറ്റായിട്ടുള്ളൊരു കാര്യത്തിന് വന്നത്, ഞാനിപ്പോൾ ഗുരുവായൂർ വന്നേക്കാണ്, അരവിന്ദൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ, ആണോ അങ്കിൾ നാട്ടിലില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മോളെ, ഞാൻ നാട്ടിലില്ല, നീ പേടിക്കേണ്ട, ഒരു കുഴപ്പവും വരില്ല, ബാങ്കിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാം, ഞാൻ നാളെ വരുമ്പോൾ നേരെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്കിൾ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കാവേരി ഫോൺ വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്കിൾ ഇവിടെ ഇല്ല, ഗുരുവായൂരാണെന്ന്, നാളെ വരത്തുള്ളൂ എന്ന് പറയണം. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് അങ്കിൾ വന്നിട്ട് സംസാരിക്കാം, അതിനുശേഷം ഒരു തീരുമാനമെടുക്കാം, അല്ലാതെ ആവശ്യമില്ലാതെ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയപാലൻ്റെ ഭാര്യ പ്രവീണ ഉണ്ടല്ലോ, ആ പ്രവീണ ജയപാലനോട് സംസാരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. പ്രവീണ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ശാരദയെ ഫോണിൽ വിളിച്ചായിരുന്നു, അപ്പോൾ ബാങ്കിൻ്റെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു, പാവം അതിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, കരച്ചിൽ തന്നെയാണെന്ന് പറയാണ്. ഭർത്താവ് മരിച്ചാൽ പിന്നെ ഭാര്യ കരയുക തന്നെയാണ് ചെയ്യുന്നത്, എന്താ ഞാൻ മരിച്ചാൽ നീ ചിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രവീണ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് പറയാൻ. ആ സമയത്ത് ജയപാൽ ചോദിക്കുന്നുണ്ട്, ഞാൻ നാട്ടിലുണ്ടെന്ന് എങ്ങാനും നീ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പ്രവീണ പറയുന്നുണ്ട്, അതേപറ്റിയൊന്നും സംസാരിച്ചൊന്നുമില്ല, എന്താ അങ്ങനെ ചോദിച്ചത്? ജയപാലൻ പറയുന്നുണ്ട്, ബാങ്കിലെ ലോണിൻ്റെ കാര്യം അറിഞ്ഞിട്ടും ഞാൻ ഇതുവരെ അങ്ങോട്ടേക്ക് പോയില്ല, ഈ സമയം വിശാൽ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. പ്രവീണ പറയുന്നുണ്ട്, അരവിന്ദേട്ടൻ എന്താ നന്നായിട്ട് സമ്പാദിച്ചിട്ടില്ലേ, ഗംഗയ്ക്ക് സ്വർണം വാങ്ങുമ്പോൾ ഞാൻ കണ്ടായിരുന്നു, ശാരദ മതി മതി എന്ന് പറഞ്ഞാൽ പോലും അത് വാങ്ങിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദേട്ടൻ പറയുന്നത്, വീടിൻ്റെ ലോൺ അടച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്വർണം എങ്ങനെയാണ് വാങ്ങുക എന്നൊക്കെ ചോദിക്കുകയാണ്. അരവിന്ദേട്ടൻ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് പ്രവീണ. ജയപാലൻ പറയുന്നുണ്ട്, അത് മകൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്, അവൻ്റെ കയ്യിൽ അത്രയ്ക്ക് പണമൊന്നുമില്ല പ്രവീണെ, ഞാൻ 2 അറ്റവും കൂട്ടിമുട്ടിച്ചിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, നാട്ടുകാരിപ്പോൾ എന്താ പറയുക, സമ്പാദിച്ച എല്ലാ പണവും ജയപാലൻ്റെ കയ്യിൽ കൊടുത്തു, ജയപാലൻ ചതിച്ചു എന്ന് പറയില്ലേ, സത്യം എന്താണെന്ന് എനിക്കും അരവിന്ദനും മാത്രമേ അറിയുള്ളൂ, ആരാ നാട്ടിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പ്രവീണ ചോദിക്കുമ്പോൾ, നീ ഇപ്പോൾ പറഞ്ഞില്ലേ എന്ന് ജയപാലൻ ചോദിക്കുകയാണ്. പ്രവീണ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അരവിന്ദേട്ടന് കഷ്ടപ്പാടാണെന്ന് ജയപാലട്ടന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതിനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല, അവൻ ജീവനോടെ ഉള്ളപ്പോഴാണ് ബാങ്കുകാർ വന്നതെങ്കിൽ എല്ലാവരും അറിഞ്ഞേനെ, എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിലും അവൻ ചോദിക്കില്ലായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട്, ജയപാലൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കണം. ഈ സമയം വിശാലിൻ്റെ ഫോണിലേക്ക് യമുന വിളിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു തത്രപ്പാടിൽ വിശാൽ അവിടെ നിന്ന് മാറി നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് ജയപാലനും പ്രവീണയും കൂടി സംസാരിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. വിശാൽ പറയുന്നുണ്ട്, എനിക്ക് അവിടെ വന്ന് നിന്നെ കാണണമെന്നുണ്ട്, പക്ഷേ നീ കരഞ്ഞുകൊണ്ടിരിക്കല്ലേ, എനിക്കത് കാണാൻ കഴിയില്ല എന്ന് പറയണം. ഈ സമയം ബാങ്ക് ലോണിൻ്റെ കാര്യം പ്രവീണയും ജയപാലനും കൂടി സംസാരിക്കുകയാണ്. യമുന അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ജയപാലൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് യമുന. വിശാൽ ചോദിക്കുന്നുണ്ട്, യമുന ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? യമുന ചോദിക്കുന്നു, ജയപാലൻ ഞങ്ങൾ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കണം. വിശാൽ പറയുന്നുണ്ട്, ഉണ്ട്, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ, കാവേരിയോട് പറഞ്ഞത് വീട്ടിലില്ല, ഗുരുവായൂരാണെന്നല്ലേ പറഞ്ഞത്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഗുരുവായൂർ പോയിട്ട് വേഗം വന്നോ എന്ന് ചോദിക്കണം. ഗുരുവായൂരൊന്നും പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, അല്ല ഗുരുവായൂർ പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഗുരുവായൂരൊന്നും പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, കാലത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയണം. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് യമുന ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് എല്ലാവരും കൂടി ശാരദയെ സമാധാനിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗയും കാവേരിയും. യമുന ടെൻഷനോട് കൂടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, ആദ്യം ജയപാലനങ്കിൾ ഒന്ന് നാട്ടിലേക്ക് തിരിച്ചു വരട്ടെ അമ്മേ, അങ്കിളുമായി സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശാരദ ചോദിക്കുകയാണ്, ജയപാലനേട്ടൻ എപ്പോഴാണ് വരുന്നത്? നാളെ വരുമെന്നാണ് പറഞ്ഞത് എന്ന് പറയാണ് കാവേരി. ആ സമയത്ത് യമുന പറയുന്നുണ്ട്, ജയപാലനങ്കിൾ നാട്ടിലുണ്ട് കാവേരി ചേച്ചി. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാവാതിരിക്കുകയാണ് കാവേരി. നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ഗംഗ. അപ്പോൾ യമുന ഒന്ന് പതറിയും കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ കോളേജിൽ ലീവ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ വിശാലിനെ വിളിച്ചിരുന്നു, അപ്പോൾ ഞാൻ ജയപാലനങ്കിൾ അവിടെ സംസാരിക്കുന്നത് കേട്ടു എന്ന് പറയുമ്പോൾ, ഒന്ന് പോടി അവിടുന്ന്, അത് വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറയാണ്
ശാരദ. അപ്പോൾ യമുന പറയുന്നുണ്ട്, അല്ല അത് ജയപാലനങ്ങൾ തന്നെയാണ്. ഞാൻ വിശാലിനോട് ചോദിച്ചു, അച്ഛൻ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് അവനും പറഞ്ഞു. രാവിലെ മുതലേ വീട്ടിൽ തന്നെ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത് എന്ന് പറയണം. ജയപാലേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ നമ്മളോട് പറയുന്നത് എന്ന് ശാരദ ചോദിക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, അമ്മേ അച്ഛൻ പോയത് മുതലേ ജയപാലനങ്ങളിനെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. വല്ലാത്തൊരു മാറ്റമുണ്ട് എന്ന് പറയുമ്പോൾ ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അരവിന്ദേട്ടൻ പോയതിൽ നമുക്ക് എത്ര സങ്കടമുണ്ടോ അതേപോലെ സങ്കടം ജയപാലനേട്ടനും ഉണ്ട്. നിങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപേ, ഞാൻ വരുന്നതിന് മുൻപേ അവർ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സാണ്. കാവേരി ചോദിക്കുന്നുണ്ട്, പിന്നെന്താ അമ്മ ഇന്ന് വരാഞ്ഞത്? നാട്ടിലില്ലെന്ന് എന്തിനു കള്ളം പറഞ്ഞു? ആ സമയത്ത് ശാരദ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ജയപാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും എന്ന് പറയണം. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, നമ്മൾ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു വിളിക്കുന്നു, ഉടനെ ഓടി വരേണ്ടതല്ലേ എന്ന്. അതൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ ജയപാലേട്ടനെ ആരും സംശയിക്കേണ്ട എന്ന് പറയാണ് ശാരദ. യമുന പറയുന്നുണ്ട്, ആരാ ഇപ്പോൾ സംശയിച്ചത്? സംശയിച്ചിട്ട് എന്ത് കിട്ടാനാ എന്നിങ്ങനെ ചോദിക്കണം. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, അമ്മേ അച്ഛനെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം ജയപാലനങ്കിളിന് അറിയാമായിരിക്കും. എന്തായിരിക്കും അത് എന്നിങ്ങനെ ചിന്തിക്കണം. അരവിന്ദേട്ടൻ നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയല്ലായിരുന്നോ? പെട്ടെന്ന് എവിടെയൊക്കെയോ പോയി വന്നതിന് ശേഷം വിഷമിച്ച് ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മളെല്ലാവരും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത് അരവിന്ദേട്ടൻ എന്ന് പറയാണ് ശാരദ. ആ സമയത്ത് യമുന ചോദിക്കുന്നുണ്ട്, അച്ഛൻ അന്ന് എവിടെയായിരിക്കും പോയത്? ഗംഗ ഓർക്കണം, ജയപാലിനെ കാണാനാണ് പോണത് എന്ന് അരവിന്ദൻ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഗംഗ പറയുന്നുണ്ട്, അച്ഛൻ അന്ന് ജയപാലനങ്കിളിനെയാണ് കാണാൻ പോയത് എന്ന് പറയാണ്. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് എന്ന് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയാണ് ഗംഗ. യമുന ചോദിക്കുന്നുണ്ട്, ജയപാലനങ്കിളിനെ കാണാൻ പോയിട്ട് വന്നിട്ട് അച്ഛനെ എന്തിനു വിഷമിച്ചിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയാണ്. ഗംഗ പറയുന്നുണ്ട്, അന്ന് കാവേരി നിനക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലൊക്കെ കിട്ടിയില്ലേ? ആ സമയത്ത് ഞാൻ ജയപാലനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോയത് എന്ന് പറയണം. അപ്പോൾ ആ സമയത്ത് കാവേരി ചോദിക്കുന്നുണ്ട്, അച്ഛൻ ജയപാലൻ അങ്കിൾ എന്തെങ്കിലും മറക്കുന്നുണ്ടോ? അങ്കിൾ ഇന്ന് നാട്ടിലുണ്ടായിട്ടും ഇവിടെ ഇല്ല എന്ന് എന്തിന് കള്ളം പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരദ ചോദിക്കാൻ, നീ ആരെ പറ്റിയാണ് പറയുന്നത്? ജയപാലനേട്ടന് അച്ഛന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസം അച്ഛൻ ഉള്ള ആളാണ്. അച്ഛൻ ഗൾഫിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ജയപാലേട്ടനല്ലേ ഓടി വരുന്നത്. അദ്ദേഹം നമുക്ക് ദൈവത്തെ പോലെയാണ്. അനാവശ്യമായിട്ടൊന്നും പറയരുത്. ജയപാലേട്ടൻ എന്തെങ്കിലും പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാക്കും. ജയപാലേട്ടൻ നാളെ വരുമ്പോൾ നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കരുത്, എന്നോട് പറഞ്ഞതുപോലെയൊന്നും ജയപാലേട്ടനോട് പറയാൻ നിൽക്കരുത് എന്ന് പറയണേ. അങ്ങനെ ശാരദ ഗംഗയും കൂട്ടിയിട്ട് പെട്ടെന്ന് അകത്തേക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ യമുനയും കാവേരിയും ജയപാലനെ കുറിച്ചിട്ട് എന്തോ സംതിങ് റോങ് ഉണ്ട് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അരവിന്ദൻ്റെ മരണശേഷം ഇനി ആ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒറിജിനൽ സ്റ്റോറി നമ്മൾ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പുഴയും കടന്ന് എന്ന് പറഞ്ഞ ഈ സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. നെക്സ്റ്റ് ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ സ്റ്റോറിയായിട്ട് വരുന്നതായിരിക്കും.